ഹായ്, ഞാൻ ഇന്നൊരു യാത്രയിലാണ്. യാത്ര എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പട്ടിക്കാടുള്ള നിരപ്പേൽ നഴ്സറിയിലേക്കാണ്. നിരപ്പേൽ നഴ്സറിയിലെ പോൾസൺ ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ യാത്ര. പോൾസൺ ചേട്ടൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പോൾസൺ ചേട്ടൻ്റെ ഈ നഴ്സറിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന നിരവധി അനവധികളായ ജാതികളുടെ ഒരു ശേഖരം തന്നെയുണ്ട് അവിടെ. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഈ ജാതികൾ എങ്ങനെ പല ബ്രാൻഡഡ്, അതായത് പുന്നത്താനം, മൾട്ടി റൂട്ട്, ഫാബ്, കൊച്ചുകുടി ജാതി, സിന്ധുശ്രീ, വിശ്വശ്രീ, ശ്രീലങ്കൻ, നാടൻ, ഇവയെല്ലാത്തിൻ്റെയും ബഡ് ഇവിടെ അവൈലബിൾ ആണ്. പോൾസൺ ചേട്ടനെ തന്നെ ആദ്യമേ പറഞ്ഞു, പോൾസൺ ചേട്ടൻ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ഓതറൈസ്ഡ് ആയിട്ടുള്ള നഴ്സറികളിൽ നിന്നും മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കുഴിച്ചു വെച്ച് ഇവിടെ നിന്നും ഇതിൻ്റെ ബഡ് ഉണ്ടാക്കി അതാണ് ആൾക്കാർക്ക് സപ്ലൈ ചെയ്യുന്നത്. മറ്റുള്ളവർ 1000 രൂപ ചാർജ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ജാതി തൈകൾക്ക് 100 മുതൽ 400 വരെ ആണ് ഏറ്റവും കൂടിയ ചാർജ്. അതായത് സിന്ധുശ്രീ, വിശ്വശ്രീ, ശ്രീലങ്കൻ എന്നീ വെറൈറ്റികൾക്ക് 400 രൂപയും നാടൻ ബഡിന് 100 രൂപയും, പിന്നെ പുന്നത്താനം, കൊച്ചുകുടി അങ്ങനെയുള്ള വെറൈറ്റികൾക്ക്, ഫാബ് എന്നിങ്ങനെയുള്ള വെറൈറ്റികൾക്ക് 250 രൂപയുമാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പോൾസൺ ചേട്ടനെ ഒന്ന് പോയി പരിചയപ്പെടാം. അപ്പം പോൾസൺ ചേട്ടൻ കൂടുതൽ ജാതിയുടെ വിശേഷങ്ങളെക്കുറിച്ച് പറയും. ഇവിടെ ജാതി മാത്രമല്ല, എല്ലാവിധ സസ്യങ്ങളും ഫ്രൂട്ട്സ് ചെടികളും എല്ലാം ഇവിടെ ഉണ്ട്. ആവശ്യമുള്ളവർക്ക് വരാം, കാണാം. അതിനു മുമ്പ് പോൾസൺ ചേട്ടൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടും. നിങ്ങളോട് പോൾസൺ ചേട്ടനെ കുറിച്ച് വ്യക്തമായിട്ട് പറയും. ജാതി കൃഷിയിലേക്ക് പോകുന്ന എല്ലാ കർഷകർക്കും ഇതൊരു നല്ലൊരു അനുഭവമായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമസ്കാരം, ഞാൻ പോൾസൺ നിരപ്പേൽ, തൃശ്ശൂർ പട്ടിക്കാട് നിരപ്പേൽ നഴ്സറി എന്ന പറഞ്ഞ സ്ഥാപനം നടത്തുകയാണ്. ഞാൻ ഒരു 10 വർഷമായി ഇവിടെ നഴ്സറി തുടങ്ങിയിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു ആട് ഫാമായിരുന്നു, ആട് കൃഷിയായിരുന്നു എനിക്ക്. അപ്പോൾ ഇവിടെ നടാൻ വേണ്ടി കുറച്ച് തൈകൾ അന്വേഷിച്ച് കേരളത്തിലെ നഴ്സറികളിലൂടെ പോയി ഒരു 2008 കാലഘട്ടത്തിൽ. അപ്പോൾ അവിടുന്ന് മേടിച്ച തൈകൾ പോരാതെ അതിൽ നല്ല ക്വാളിറ്റി എനിക്കിവിടെ ഉണ്ടാക്കാൻ സാധിക്കില്ലേ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനിവിടെ നഴ്സറി തുടങ്ങിയത്. അപ്പോൾ ഞാൻ എല്ലാ വെറൈറ്റി ജാതിയിലെ എല്ലാ വെറൈറ്റികളും ഇവിടെ ചെയ്യുന്നുണ്ട്. സാധാരണ ബഡ് ജാതി തൊട്ട് എന്ന് വെച്ചാൽ മികച്ച ഇനം സാധാ ബഡ് ജാതി തൊട്ട്, പിന്നെ ബ്രാൻഡഡ് ഐറ്റായ കടുകമ്മാക്കൽ, കൊച്ചുകുടി, കിണറ്റുകര, പുന്നന്താനം, ഫാബ് അങ്ങനെയുള്ള ബ്രാൻഡഡ് ഐറ്റം തൊട്ട് ICARൻ്റെ വെറൈറ്റികളായ സിന്ധുശ്രീ, വിശ്വശ്രീ, കേരളശ്രീ, പിന്നെ ശ്രീലങ്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത 8 ഗ്രാം പത്രിക തൂക്കം വരുന്ന ജാതി, പിന്നെ 50 കായ്ക്ക് 1 കിലോ കിട്ടുന്ന ഗോൾഡൻ ജാതി, അങ്ങനെയുള്ള ഹൈബ്രിഡ് വെറൈറ്റികളും എല്ലാം കൂടെ ഇവിടെ ബഡ് ചെയ്ത് മിതമായ വിലയ്ക്ക്, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ 2008 പല നഴ്സറികളിലും ചെന്നപ്പോൾ അന്ന് 850, 700, 1000, 500 എൻ്റെ വില മേടിച്ചു 2008. അപ്പോൾ അത് മിതമായ വിലയ്ക്ക് കർഷകർക്ക്, ബേസിക്കലി നമ്മളൊക്കെ കൃഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ, അവർക്ക് മിതമായ വിലയ്ക്ക് നല്ല തൈകൾ, നല്ല ക്വാളിറ്റിയുള്ള തൈകൾ ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഈ സ്ഥാപനം നടത്തുന്നത്. ഏറ്റവും കുറഞ്ഞ വിലയായ സാധാ ബഡ് ജാതി തൈക്ക് 150 രൂപ, പിന്നെ വെറൈറ്റി ഇനങ്ങളെല്ലാം 250 രൂപയും, പിന്നെ ഹൈബ്രിഡ് വെറൈറ്റികളെല്ലാം 400 രൂപയായിട്ടാണ് ഞാനിവിടെ തൈകൾ വിൽക്കുന്നത്. വലിയൊരു വില 1000, 1500 ഒക്കെ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരോട് അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ചെറിയ ലാഭത്തിൽ കർഷകർക്ക് തൈകൾ കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് പ്രധാനമായിട്ടും എൻ്റെ സ്ഥാപനത്തിനുള്ളത്. ഇത് പോൾസൺ ചേട്ടൻ്റെ ജാതിത്തോട്ടത്തിലെ വിശ്വശ്രീ ജാതിയുടെ ബഡ് തൈയാണ്. ഇവത്തിൽ നിന്നാണ് ബഡ് വുഡ് എടുക്കുന്നത്. ഈ വിശ്വശ്രീ ജാതിയുടെ കായ്കൾ നിങ്ങൾക്കിപ്പോൾ കാണാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കണ്ടുപിടിച്ച ഒരു ഇനം ജാതിയാണ്. അതായത് IISR വേണ്ടി ഇവിടെ നിന്നാണ് തൈകൾ പോൾസൺ ചേട്ടൻ കൊടുക്കുന്നത്. അവർ DNA പ്രൂവ് ചെയ്ത തൈകൾ മാത്രമാണ്
ഈ കാണുന്നതെല്ലാം. അപ്പോൾ IISR വിശ്വശ്രീ ജാതി മാത്രമല്ല, ഏത് ജാതി എടുത്താലും അതിൻ്റെ എല്ലാം DNA പരിശോധിച്ച് അങ്ങനെ അവരുടെ ലൈസൻസി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ മുന്നിൽ ഈ നിൽക്കുന്ന പോൾസൺ ചേട്ടൻ. അപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാം. അതായത് ഇവിടെ കിട്ടുന്ന ഫാബ് ആയിക്കോട്ടെ, കൊച്ചുകുടി ആയിക്കോട്ടെ, പുന്നത്താനം ആയിക്കോട്ടെ, മുന്തിരി ആയിക്കോട്ടെ, വിശ്വശ്രീ ആയിക്കോട്ടെ, ഗോൾഡൻ ആയിക്കോട്ടെ, കേരളശ്രീ ആയിക്കോട്ടെ, എല്ലാം DNA പരിശോധിച്ച് അതിൻ്റെ അപ്രൂവൽ ഉള്ള ജാതിയുടെ ബഡ് വുഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ മദർ പ്ലാന്റുകളില്ല. ഇത് ഫാബിൻ്റെ ചെടിയാണ്. ഫാബിൻ്റെ ചെടിയിലെ പ്രത്യേകത നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അതിൻ്റെ 2 വർഷമാകുന്നതിന് മുമ്പ് തന്നെ ഇത് എല്ലാം നല്ലതുപോലെ പൂത്തിട്ടുണ്ട്, കായ പിടിക്കാറായി വരുന്നു. പക്ഷേ എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിനെ ബഡ് വുഡിന് വേണ്ടി മാത്രമാണ് എടുക്കുന്നത്. ഈ ഫാബ് ഇനം ചെടികൾ ഹൈ റേഞ്ച് മേഖലയിലെ ഏറ്റവും നല്ല ഒരു ഇനമായിട്ട് വേണം കരുതാൻ എന്നാണ് പോൾസൺ ചേട്ടൻ്റെ അഭിപ്രായം. പോൾസൺ ചേട്ടൻ പറയുന്നത് 100% ഹൈ റേഞ്ച് മേഖലയ്ക്ക് നല്ലത് ഫാബാണ്. പിന്നെ ലോ റേഞ്ച് മേഖലയ്ക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സിന്ധുശ്രീ, വിശ്വശ്രീ, ഗോൾഡൻ, ശ്രീലങ്കൻ എന്നീ ഇനങ്ങളാണ്. ഈ സിന്ധുശ്രീയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, സിന്ധുശ്രീ ഈ ഇനങ്ങളൊന്നും നമ്മുടെ കേരളത്തിൽ അധികം ആരും കൃഷി ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ICMR കോഴിക്കോട് ായിരുന്നു ഈ സിന്ധുശ്രീ കണ്ടുപിടിച്ചത്. അതിൻ്റെ മദർ പ്ലാന്റ് എലിഫൻ്റ് ആന ചവിട്ടിക്കളയുകയും അതേ തുടർന്ന് അത് നശിച്ചു പോവുകയും ചെയ്തു. ഇതിപ്പോൾ ഇതിൻ്റെ മെയിൻ പ്ലാന്റേഷൻ ഉള്ളത് പൊള്ളാച്ചിയിലുള്ള കനിവേൽ സാറിൻ്റെ അടുക്കലാണ്. അവിടെ നിന്നാണ് ഇതിൻ്റെ തൈ എടുത്ത് ഇവിടെ കൃഷി ചെയ്ത് ഇത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ തൈകളുടെയും സെപ്പറേറ്റ് ആയിട്ടൊരു വിങ് ഉണ്ടാക്കി അവിടെ ബഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഓരോ സൈഡിലും ഓരോ വെറൈറ്റിയാണ്. അതിനെല്ലാം ലേബലിംഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടുന്ന് മേടിക്കുന്ന ഇനത്തിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അതിൻ്റെ DNA പരിശോധന ചെയ്യാം. പരിശോധനയിൽ നിങ്ങൾക്ക് തെളിയും. പുന്നത്താനമാണെങ്കിൽ പുന്നത്താനത്തിൻ്റെ അതേ സെയിം ബ്രീഡ് തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. പോൾസൺ ചേട്ടൻ പറയുന്നത് മറ്റുള്ള കർഷകരെ ഒരിക്കലും നെഗറ്റീവായിട്ട് പറയുകയല്ല. പുള്ളി പക്കാ ബിസിനസ്സുകാരനാണ്. അതുപോലെ തന്നെ പാവങ്ങൾക്ക് ജാതി കൃഷി ചെയ്ത് ലാഭമുണ്ടാക്കാൻ വേണ്ടി ഇവിടെ വളരെ കുറഞ്ഞ നിരക്കിലാണ് ബഡ് തൈകൾ നൽകുന്നത്. അതായത് കൊച്ചുകുടി, ഫാബ്, കിണറ്റുകര, പുന്നത്താനം, മുന്തിരി എന്നീ ഇനങ്ങൾ 250 രൂപയ്ക്കും, വിശ്വശ്രീ, സിന്ധുശ്രീ, ഗോൾഡൻ, കേരളശ്രീ എന്നീ ഇനങ്ങൾ ഹൈബ്രിഡ് ഇനങ്ങൾ 400 രൂപയ്ക്കുമാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. പിന്നെ പോൾസൺ ചേട്ടൻ്റെ ഈ കാണുന്ന വിധത്തിൽ തന്നെ 2.5 ഏക്കറോളം ബഡ് വുഡിന് വേണ്ടി മാത്രമായിട്ടുള്ള പ്ലാന്റേഷനുണ്ട്. ഇവിടുന്ന് 15 ഇനത്തിൽ പരം ജാതി തൈകൾ, ജാതിയുടെ വെറൈറ്റി തൈകൾ, അതായത് ഓരോ ബ്രീഡ് തന്നെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 15-ൽ മുകളിൽ വരും. അങ്ങനെ ഒരു ജാതി കർഷകൻ ജാതിയുടെ നേഴ്സറി നിങ്ങൾക്ക് കേരളത്തിൽ മറ്റെങ്ങും കാണാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതേലും ഇനം ജാതി വേണമെന്നുണ്ടെങ്കിൽ പോൾസൺ ചേട്ടൻ്റെ അടുക്കൽ വന്നാൽ മതി. എല്ലാവിധ ഇനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു വർഷം 3 ലക്ഷം തൈകളാണ് പോൾസൺ ചേട്ടൻ കയറ്റി അയക്കുന്നത്. അങ്ങനെ നമ്മൾ പോൾസൺ ചേട്ടൻ്റെ നഴ്സറിയിൽ നിന്നും സൈൻ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജാതി കൃഷിയിൽ ഉണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും ഇവിടെ തീർന്നു എന്ന് വിശ്വസിച്ചുകൊള്ളുന്നു. ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ട് കാണും സിന്ധുശ്രീ എന്ന് പറയുന്ന വെറൈറ്റി. നല്ല കാറ്റ് വരുന്നുണ്ട്. സിന്ധുശ്രീ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഏറ്റവും നല്ല ബ്രീഡ്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം കൃഷി ചെയ്യാൻ, കേരളത്തിൻ്റെ ഏത് ക്ലൈമറ്റിലും കൃഷി ചെയ്യാനും അവിടെ നല്ല ഈൽഡ് കിട്ടുവാനും പറ്റിയൊരു ചെടിയാണ് സിന്ധുശ്രീ, ഗോൾഡൻ, ശ്രീലങ്കൻ എന്നീ ജാതികൾ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ പോൾസൺ ചേട്ടനെ വിളിക്കാം. പോൾസൺ ചേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം.
എൻ്റെ വാട്സപ്പ് നമ്പർ ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട്. പോൾസൺ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പറുമുണ്ട്. ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റുകൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊള്ളുന്നു. ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരേക്കും സൈനിങ് ഓഫ്. ബൈ ബൈ.